ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനെയൊക്കെ തുടങ്ങണമെന്നാണല്ലോ ഇത്. എനിവേയ്സ്, എനിക്ക് പണ്ട് മുതൽ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യാനും ഇൻസ്റ്റയിൽ റീൽസ് ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ അതിന് വേണ്ടി ഒരു എഫേർട്ട് ഇടാറില്ല. ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ ഇങ്ങനെ പറയുന്നല്ലാണ്ട് ഞാൻ ചെയ്യാറില്ല. മടിയൊരു റീസൺ, പിന്നെ റീസൺ ഞാൻ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്. ഇൻവേർട്ടറാണ്, ഐ മീൻ ഇൻട്രോവേർട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെ പുറത്ത് കാണിക്കാനൊക്കെ വളരെ മടിയാണ്. പിന്നെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. വോയിസ് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ വളരെ കുറച്ച് സംസാരിക്കുന്ന ആളാണ്. ഞാൻ കറക്റ്റ് ആ പോയിന്റ് പറയും നിർത്തും എന്നല്ലാണ്ട് ഇങ്ങനെ ഒത്തിരി സംസാരിച്ച ഒരു ടോപ്പിക്കിനെ പറ്റി അങ്ങനെ പറയാനൊന്നും ഉള്ളൊരു കഴിവ് എനിക്കുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടില്ല. പിന്നെ ഒരു വേറെ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ സൗണ്ട് ഇങ്ങനെ വീഡിയോസിൽ പിന്നെ കേൾക്കുമ്പോൾ എനിക്ക് ക്രിഞ്ച് ഫീലാണ് തോന്നാറ്. അതുകൊണ്ട് ഞാനിത് രണ്ടും ചെയ്യാറില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് യൂട്യൂബിൽ കുറച്ച് ഷോർട്സും ഇൻസ്റ്റയിൽ കുറച്ച് റീൽസും അങ്ങനെയൊക്കെ ഇടാറുണ്ട്. അപ്പം ഞാൻ മെയിൻലി ഫുഡ് റിലേറ്റഡാണ് ഇടുന്നത്. അപ്പം ഞാനത് ചെയ്യുന്ന കണ്ടുകൊണ്ട് എൻ്റെ അമ്മ വീഡിയോ പിടിച്ച് എനിക്ക് അയച്ചു തന്നേക്കുന്നതാണ് ഇത്. അമ്മ വീട്ടിൽ പാവയ്ക്ക തേയിലുണ്ടാക്കിയപ്പോൾ അത് യൂട്യൂബിലിട്ടാൽ നന്നാവും തോന്നി. അതിനുവേണ്ടി അമ്മ വീഡിയോ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നതാണ് ഇത്. അതിൽ അരിയണ വീഡിയോ ഒക്കെ അമ്മ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അതുണ്ടെങ്കിൽ നന്നായെന്നൊക്കെ അമ്മ പലതവണ പറഞ്ഞു. അപ്പോൾ എന്നോട് നല്ല രീതിക്ക് വോയിസ് ഓവർ ചെയ്ത് ഇടാനൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ വളരെ മടിയാണ്. ബട്ട് ഇതിന് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇതിന് ചെയ്തില്ലേ പിന്നെ ഞാൻ ഏതിനാ ചെയ്യണമെന്ന്. ബിക്കോസ് ദിസ് ഇസ് സോ ക്യൂട്ട്. ഇതിൽ ഫുഡ് കഴിക്കണത് തന്നെ കണ്ടോ. സാധാരണ എല്ലാ കറികളും ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരാളല്ല അമ്മ. ഞാനും അങ്ങനെയല്ല. അപ്പോൾ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്യണം, അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിക്കണമെന്ന്. അത് ഓർത്ത് വെച്ച് അതുപോലെ തന്നെ ചെയ്താണ് എനിക്ക് അമ്മ അയച്ചു തന്നേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛനാണല്ലോ അമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയണ കേൾക്കാം. ദിസ് ഇസ് സോ ക്യൂട്ട്. ദിസ് വീഡിയോ ലിറ്ററലി ഹാസ് മൈ ഹാർട്ട്. ആ ഒരു ഫീലാണ് എനിക്കിത് കണ്ടപ്പോൾ. സോ എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നി. എനിവേസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.